ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. വളരെ ദീർഘമായ രസകരവുമായ ഒരു ക്ലാസ് കഴിഞ്ഞ് ഇനിയൊരു ക്ലാസ്സിന് മൂടില്ലാത്ത അവസ്ഥയിലാണ്. അത് മാത്രമല്ല, ഇനി പറയാനുള്ളത് നമ്മളെ ശരീരത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതുവരെ പറഞ്ഞത് നമ്മളെ ബാധിക്കാത്ത പ്രശ്നമാണ്, റെസ്റ്റിലിരുന്ന് കേൾക്കാമായിരുന്നു. പക്ഷേ ഇനി പറയാൻ പോകുന്നത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നവുമാണ്. ഈ വിഷയം ഞാൻ തിരഞ്ഞെടുത്തതല്ല, ബഷീറാക്കട്ടതാണ്. കാരണം ആദ്യമായിട്ട് എന്നെയും മൗലവിനെയും തന്നെയാണ് ബാധിക്കുന്ന വിഷയമാണ് ഞാൻ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ ഖബ്റ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. വിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കാത്തത് പറയുന്നത്? പ്രവർത്തിക്കാത്ത കാര്യം പറയുക എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാകുന്നു. ഈ വചനം ഇറങ്ങുവാനുള്ള സാഹചര്യം മുസ്ലിങ്ങൾക്ക് യുദ്ധം നിയമമാക്കിയാൽ തരക്കേടില്ലായിരുന്നു എന്ന് തോന്നുകയും അങ്ങനെ അവരതിനെ ആഗ്രഹിക്കുകയും ചെയ്തു. യുദ്ധം നിർബന്ധമാക്കിയപ്പോൾ അല്ലെങ്കിൽ യുദ്ധം നിയമമാക്കിയപ്പോൾ അതവർക്ക് അരോചകമായി തോന്നി. ആ സമയത്താണ് അള്ളാഹു ഈ വചനം ഇറക്കുന്നത്. നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനു പറയുന്നു? അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള വിഷയമാകുന്നു. പ്രത്യേകിച്ച് ഇത് ഞങ്ങളെപ്പോലുള്ള മൗലവിമാരെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മൾ ചെയ്യാത്ത കാര്യം, ഞാനൊക്കെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും നാവിൻ്റെ വിഷയത്തിലൊക്കെ നമുക്കത് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പലരും ആ ചെങ്ങയിലിപ്പം അവിടുന്ന് വർത്തമാനം പറയുന്നത് പറയും. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ തിരഞ്ഞെടുത്തതല്ല എന്ന്. ഇത് തിരഞ്ഞെടുക്കാൻ പേടി തന്നെയാണ്. സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിച്ച ആളുകളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഒരു ജനതയെ നിങ്ങൾ പരിഹസിക്കാൻ പാടില്ല. കാരണം ആ ജനത ഈ പരിഹസിക്കുന്ന ആളെക്കാൾ ഉത്തമനായേക്കാം. സ്ത്രീകളെ വിളിച്ച് പ്രത്യേകം പറയുന്നു, വലാ നിസാഉ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. സ്ത്രീകളെ, നിങ്ങൾ മറ്റു സ്ത്രീകളെ പരിഹസിക്കാൻ പാടില്ല. കാരണം ആ പരിഹസിക്കപ്പെടുന്ന ആൾ ഒരുപക്ഷെ നിങ്ങളെക്കാൾ നല്ലവരായിരിക്കാം. എന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ള കുറ്റം എനിക്ക് കാണാൻ സാധിക്കില്ല, മറ്റവനെ കാണാൻ സാധിക്കുള്ളൂ. മറ്റവൻ്റെ അടുത്ത് കാണുമ്പോൾ ഞാനിത് വിളിച്ച് പറയുമ്പോൾ അവനെ പരിഹസിക്കുമ്പോൾ ഞാൻ ആലോചിക്കേണ്ടത് എനിക്ക് അത് പറയുവാൻ അർഹതയുണ്ടോ എന്നതാണ്. എന്നാൽ ഒരാളെപ്പറ്റിയും ഒരാളും പരിഹസിക്കാൻ അർഹരല്ല എന്നാണ് അള്ളാഹു ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നത്, വലാ തൽമിസു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കുത്തി പറയുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ കുത്തി പറയരുത് എന്ന് വെച്ചാൽ, മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരാൾ ആ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട മറ്റൊരാളെ പറ്റി കുറ്റം പറയുമ്പോൾ, അപവാദം പറയുമ്പോൾ, പരിഹസിക്കുമ്പോൾ അത് സ്വന്തത്തെ തന്നെ കുത്തി പറയുന്നതിന്, പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാകുന്നു. തീർന്നില്ല. റസൂലുള്ള മറ്റൊരു വചനത്തിൽ പറഞ്ഞു, സത്യവിശ്വാസികൾ പരസ്പര സ്നേഹത്തിലും കാരുണ്യത്തിലും വാത്സല്യത്തിലും മസലുൽ ജസദ്, ഒരു ശരീരത്തെ പോലെയാകുന്നു. എന്നിട്ട് റസൂലുള്ള വിശദീകരിച്ചു,
ഒരു മനുഷ്യൻ്റെ കയ്യിലൊരു മുള്ള് കൊണ്ട് വേദന സഹിച്ച് ആ ശരീരം മുഴുവനും ഉറക്കൊഴിക്കുന്നത് പോലെയാണ് സത്യവിശ്വാസി സമൂഹം. ആ സത്യവിശ്വാസി സമൂഹത്തിൽ ഒരാൾക്കൊരു പ്രശ്നമുണ്ടായാൽ ആ സമൂഹത്തിന് മുഴുവനും അതിൻ്റെ വേദന അനുഭവപ്പെടണം. അഥവാ ഇത് ഒരു ഒറ്റ കൂട്ടമാകുന്നു. ഒരാളെ കുറ്റം പറയുമ്പോൾ, പരിഹസിക്കുമ്പോൾ സ്വന്തത്തെ തന്നെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾ വലാ തൽമിസു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കുത്തിപ്പറയുവാനും ചീത്ത വിളിക്കുവാനും പരിഹസിക്കാനും പാടില്ല. വലാ തനാബദു ബിൽ അൽഖാബി ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ ബഅദൽ ഈമാൻ, നിങ്ങൾ പരസ്പരം മോശമായ പേരുകൾ പറഞ്ഞ്, അർത്ഥപ്പേരുകൾ പറഞ്ഞ് നിങ്ങൾ അപമാനിക്കുകയും ചെയ്യരുത്. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ ബഅദൽ ഈമാൻ, സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം മോശമായ പേര് വിളിക്കുന്നത് എത്രയോ മോശമാകുന്നു. നോക്കാം നിങ്ങളിപ്പോൾ നമ്മൾ വനര ജിന്നൂരി, ഇവനാര മടവൂരി, വനര CD ഊരി, ഇവനാര മർക്കസ് ഊരി, അങ്ങനെയാണ് പേര്. ആരോടൊക്കെ പറയേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. പേടിയാണ് ഈ വിഷയം പറയാൻ. ഞാനും പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പേടിയാണ്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസികളെ, ഒരു മനുഷ്യൻ സത്യവിശ്വാസം സ്വീകരിച്ചാൽ ആ മനുഷ്യനെ നിങ്ങൾ ആ മനുഷ്യന് ഇഷ്ടമില്ലാത്ത പേര് വിളിച്ച് പരിഹസിക്കാൻ പാടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാ പ്രസംഗത്തിൽ ഈ നാട് പോലെ, ഈ ദിവസം പോലെ സത്യവിശ്വാസിയുടെ അഭിമാനവും രക്തവും പാവനമാണ് എന്ന് പ്രസംഗിച്ച, അത് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അഥവാ സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം അർത്ഥപ്പേര് വിളിച്ച് പരിഹസിക്കാൻ പാടില്ല. അവൻ്റേതല്ലാത്ത പേര്, അവന് അവൻ്റെ ഉമ്മയും ഉപ്പയും ഇട്ട പേരാണ് വിളിക്കേണ്ടത്. അവന് ഇഷ്ടമില്ലാത്ത പേര് വിളിക്കാൻ പാടില്ല. എന്നിട്ടല്ല പറയേണ്ടതെന്നറിയോ, വമല്ലം യത്തുബ്, ആർ പശ്ചാത്തപിക്കുന്നില്ലയോ, ഉലൈക ഹുമുൽ ളാലിമൂൻ, അവൻ തന്നെയാകുന്നു ഏറ്റവും വലിയ അക്രമി. തീർന്നില്ല. അള്ളാഹു ആ വചനത്തിനെ നമ്മൾ സ്ഥിരമായിട്ട് നമുക്കൊക്കെ അർത്ഥസഹിതം കാണാതെ അറിയുന്ന വചനമാണ്. എനിക്കും അറിയാമായിരുന്നു. ഈ വിഷയത്തിന് വേണ്ടി പഠിച്ചപ്പോഴാണ് ഇത് ഇത്രയും ഗൗരവമുള്ള വിഷയമാണ് എന്ന് എനിക്കും തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഊഹം. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മ്, സത്യവിശ്വാസികളെ, നിങ്ങൾ ഊഹിച്ച് പറയാൻ പാടില്ല, നിങ്ങൾ ഊഹിക്കാൻ പാടില്ല. ഒരു മനുഷ്യനെ പറ്റി ഊഹം നടത്താൻ പാടില്ല. അവൻ പറഞ്ഞത് അങ്ങനെ തന്നെ ആയിരിക്കും, അവൻ ഇപ്പോൾ പോകുന്നത് അങ്ങോട്ട് തന്നെ ആയിരിക്കും, അവൻ വിചാരിച്ചത് അത് തന്നെ ആയിരിക്കും, ഇന്നെപ്പറ്റി തന്നെ ആയിരിക്കും പറഞ്ഞത് എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഊഹിക്കാൻ പാടില്ല. കാരണം ഊഹത്തിൽ അധികവും കളവായിരിക്കും. നമുക്കറിയാം, ആയിഷ റളിയല്ലാഹു അൻഹയെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും പറ്റി ഉണ്ടാക്കിയ അപവാദ പ്രചരണം. ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ട് ആ വിഷയം വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും ആയിഷ റളിയല്ലാഹു അൻഹയെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും പറ്റി വ്യഭിചാരാരോപണം മദീനയിൽ മുഴുവനും പ്രചരിച്ചു. ആർക്കും ഒന്നും പറയാൻ സാധ്യമല്ല. എല്ലാവരും വിശ്വസിച്ച അവസ്ഥയിൽ തന്നെയാണ്. ആർക്കും അത് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരും എന്താണ് പറയേണ്ടത്, മുസ്ലിങ്ങളടക്കം അതിൽ പങ്കുചേരുകയാണ്. ആ വിഷയം സമാപിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയ വചനം പറയുവാനാണ് ഞാൻ ഈ വിഷയം ഇവിടെ പറഞ്ഞത്. 50 ദിവസം അങ്ങനെ കഴിഞ്ഞു. 50ാമത്തെ ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ കയറിയിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആയിഷ, നീ നിരപരാധിയാണ് എങ്കിൽ നിന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ആയിഷ അള്ളാഹു ഏതെങ്കിലും വചനമിറക്കാതിരിക്കുകയില്ല. അതല്ല, നീ തെറ്റുകാരിയാണ് എങ്കിൽ നീ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പാപമോചനം തേടിക്കോ ആയിഷ എന്ന് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അള്ളാഹു വചനമിറക്കുന്നത്. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ചില ആളുകളാണ് ഈ വിഷയം പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ദോഷകരമാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, അത് നിങ്ങൾക്ക് ഹൈറാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തൊട്ടടുത്ത് ഇറക്കിയ വചനമാണ് ഈ വിഷയവുമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൗലാ ഇദ് സമിഅ്തുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ,
സത്യവിശ്വാസികളെ പറ്റിയും സത്യവിശ്വാസിനികളെ പറ്റിയും ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? വഖാലു ഹാദാ ഇഫ്കും മുബീൻ, അത് കളവാണ് എന്ന് നിങ്ങൾക്ക് എന്ത് കൊണ്ട് പറഞ്ഞുകൂടായിരുന്നു? ചെയ്ത ആളുകളല്ല ആക്ഷേപിച്ചത്, വിശ്വസിച്ച ആളുകളാണ് ആക്ഷേപിച്ചത്. ഇതിനെ പങ്കുചേർന്ന ആളുകളെയാണ്. നിങ്ങൾക്കെന്താ, അവൻ മുസ്ലിമല്ലേ, എൻ്റെ ഒരു മുസ്ലിം സഹോദരൻ അങ്ങനെ ചെയ്യുകയില്ലായിരുന്നു, ഹംസ ഇങ്ങനെ ചെയ്തു, ഇന്ന സ്ഥലത്ത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് വിശ്വസിക്കുകയല്ലായിരുന്നു വേണ്ടത്. അവൻ നമസ്കരിക്കുന്നവനാണ്, അവൻ വിശ്വാസിയാണ്, അവൻ മുഅ്മിനാണ് എന്ന് വിചാരിച്ച് അവൻ അത് ചെയ്യുകയില്ല എന്ന് വിചാരിക്കുകയായിരുന്നില്ലേ വേണ്ടത്? എന്താ മുസ്ലിങ്ങളെ നിങ്ങൾ ചെയ്തത് എന്നല്ലേ വചനം? ഇങ്ങനെയാണ് ഒരു മുസ്ലിം വിചാരിക്കേണ്ടത് മറ്റൊരു മുസ്ലിം സഹോദരനെ പറ്റിയിട്ട്. ഒരിക്കലും അവനത് ചെയ്തിട്ടുണ്ടാകുമെന്നോ അല്ലെങ്കിൽ അവൻ തെറ്റുകാരനാണോ എന്നോ അല്ല വിചാരിക്കേണ്ടത്. അവനത് ചെയ്യുകയില്ല. പരസ്പരം നന്മ പ്രതീക്ഷിക്കുകയും പരസ്പരം നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നന്മ ആഗ്രഹിക്കുകയും അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യണമെന്നാണ് അള്ളാഹു ഒരു കൊച്ചു വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വലാ തജസ്സസു, നിങ്ങൾ ചാരവൃത്തി നടത്തരുത്. ഓപ്പാണ്ട് പോയിട്ടുണ്ട്, ഓനൊന്ന് നിരീക്ഷിച്ചിട്ടേണ്ട കാര്യം. ചാരവൃത്തി നമ്മൾ നടത്തേണ്ട കാര്യമില്ല, അതൊക്കെ അള്ളാഹ് നോക്കിക്കോളും. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിവാഹമോചനം നടന്ന് എങ്ങനെയെന്ന് അറിയാം. എനിക്ക് നാത്തൂന് ഫോണിൽ ചാർജ് ഇല്ലാതായപ്പോൾ, നെറ്റും ഇല്ലാതായപ്പോൾ ഫോൺ വെച്ച് പോയി. മറ്റേ നാത്തൂന് വന്നിട്ട് അത് ചാർജ് ചെയ്തിട്ട് ഉപ്പാൻ്റെ ഭാര്യൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ ചാർജ് ചെയ്തിട്ട് ഓൾഡിൽ നിന്ന് ഹോട്ട്സ്പോട്ട് എടുത്തിട്ട് ആ ഫോൺ ഓണാക്കിയിട്ട് അതിൻ്റെ വാട്സപ്പൊക്കെ പരിശോധിച്ചു. അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ വോയിസ് അയച്ചതൊക്കെ എന്ന് കണ്ടു. അത് ഭർത്താവിന് അയച്ചു കൊടുത്തു, ഭർത്താവിൻ്റെ ഉപ്പാക്ക് അയച്ചു കൊടുത്തു, പല ആളുകൾ കൊണ്ട് അയച്ചു കൊടുത്തു. ഓടുക വിവാഹം എല്ലാം നടന്നു. എന്താ ഉണ്ടായത്? ചാരവൃത്തി. മുസ്ലിങ്ങൾ തമ്മിൽ ചാരവൃത്തി നടത്താൻ പാടില്ല. നോക്കാൻ നിങ്ങൾ എത്ര ഗൗരവമാണ് ആ വിഷയം. പിന്നെ നിങ്ങളിൽ ചെയ്തതെക്കുറിച്ച് പരദൂഷണം പറയാൻ പാടില്ല. വലാ യഅ്തബ ബഅ്ദുകും ബഅ്ദാ അയുഹിബ്ബു അഹദുകും അൻ യഅ്കുല ലഹ്മ അഖീഹി മൈത. പരസ്പരം പരദൂഷണം പറയാൻ പാടില്ല. പരദൂഷണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ആ ആളെ പറ്റി പറയലാണ്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അതപ്പോൾ അയാൾ ഉള്ളതാണെങ്കിൽ പരദൂഷണം, ഇല്ലാത്തതാണെങ്കിൽ കളവ്. നമുക്കൊക്കെ ഇപ്പോൾ എനിക്കടക്കം നമ്മൾ നിസ്കരിച്ചുകൊണ്ട് പുറത്തേക്കാണ്ട് ഇറങ്ങിയിട്ട് ആരെങ്കിലും പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. നമ്മളാ ചെയ്തത് ആർക്കെങ്കിലും ആണ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. എന്താ പറഞ്ഞത്? പരദൂഷണം പറയാൻ പാടില്ല. അങ്ങനെ പരദൂഷണം പറയുന്ന ആളുകളെ പറ്റി അള്ളാഹു പറഞ്ഞത്, അയുഹിബ്ബു അഹദുകും അൻ യഅ്കുല ലഹ്മ അഖീഹി മൈത. നിങ്ങളുടെ സഹോദരൻ മരിച്ചാൽ അവൻ്റെ മയ്യത്ത് തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ശവം തിന്നാനേ. ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരനെ പറ്റി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ലേ, അവൻ മരിച്ചാൽ അവൻ്റെ ശവം തിന്നാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഫകരിഹ്തുമൂഹു, ഒരിക്കലും നിങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു വളരെയധികം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തൗബ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതിൻ്റെ ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്ത് ചെയ്ത തെറ്റിൽ ഖേദമുണ്ടാവുക, ഇനി തെറ്റ് ചെയ്യുകയില്ല എന്ന് മനസ്സിൽ തീരുമാനിക്കുക. അതല്ലാതെ സ്വന്തം അള്ളാഹുവിനോടല്ലാതെ മനുഷ്യരോട് ചെയ്ത തെറ്റിൻ്റെ ഒരു പ്രധാന ഭാഗമുണ്ട്. എന്താണ്? ആ മനുഷ്യനോട് അത് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം. നമുക്കാർക്കെങ്കിലും സാധിക്കുമതിന്? ആരെപ്പറ്റില്ല എന്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ആ മനുഷ്യനോടത് പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കണം. ഒരാൾ മരിച്ച് നമ്മളെ മുന്നിൽ കെടുത്തിയാലേ ഇവിടെ നിന്നിട്ട് ഒരാൾ പറയാൻ പറ്റുന്ന ആളില്ലെങ്കിൽ ആളെ പൈസ കൊടുത്തിട്ട് കൊണ്ടുവരും. ഈ മയ്യത്ത് നമ്മളെ മുന്നിലുള്ളത് ഇന്ന ആളാണ്, നമുക്കും ഇവിടെ കെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് എല്ലാവരും പുറത്ത് കൊടുക്കണം. ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും അവിടെ കൂടി എല്ലാ ആളുകൾക്കും ആ മയ്യത്തിന് വേണ്ടി പുറത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ആ മയ്യത്തിനെ പറ്റി പറഞ്ഞത് എനിക്ക് ആര് പുറത്തു തരും? ആ മരിച്ച മനുഷ്യനെ പറ്റി ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് ആരാണ് നമുക്ക് പുറത്തു തരിക? നാം ആലോചിക്കേണ്ടതല്ലേ?
ആ മരിച്ച മയ്യത്തിന് വേണ്ടി നമുക്കൊക്കെ പുറത്തു കൊടുക്കാം, നമുക്ക് ആർക്കും ഒരു വാശിയില്ല, എല്ലാവരും മരിക്കേണ്ടതാണ്, ആ അവസ്ഥ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ മരിച്ച മനുഷ്യനെ പറ്റി നമ്മൾ പറഞ്ഞ അപവാദങ്ങൾ, ആ മനുഷ്യനെ പറ്റി പറഞ്ഞ അയ്ബത്തുകൾ ആരാണ് നമുക്ക് പുറത്തു തരിക എന്ന് ഒരു വേള നാം ആലോചിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഞാൻ ഇപ്പോൾ ഇവിടെ മരിച്ചു വീഴുകയാണെങ്കിൽ 1,00,000 രൂപ കടമുണ്ട് എങ്കിൽ ഒന്നുകിൽ എൻ്റെ മകൻ വീട്ടും, അതല്ലെങ്കിൽ എൻ്റെ സ്വത്തിൽ നിന്ന് അതെടുത്തിട്ട് ആരെങ്കിലും വീട്ടിക്കൊള്ളും. ഇനി അതിനും സാധിച്ചില്ലെങ്കിൽ സഹാബി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു, എൻ്റെ കടം നീ വീട്ടണം മകനെ, നീ വീട്ടിയിട്ടില്ല എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവനെ ഏൽപ്പിക്കണം. ആരാണ് ഉത്തരവാദിത്തപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ നീ അള്ളാനെ ഏൽപ്പിച്ചോ എന്ന് പറഞ്ഞ് അത്രയും അതിനളവുണ്ട്. ഞാനൊരു മനുഷ്യനെ അപവാദം പറഞ്ഞുകൊണ്ട്, ഒരു മനുഷ്യനെ അകാരണമായി ചീത്ത പറഞ്ഞുകൊണ്ട്, ഒരു മനുഷ്യനെ അകാരണമായി ശിക്ഷിച്ചുകൊണ്ട് ഞാൻ മരിച്ചാൽ എനിക്ക് ആരാണ് പുറത്തു തരിക? ആർക്കാണ് വീട്ടാൻ സാധിക്കുക? ആർക്കാണ് ആ പറഞ്ഞത് വീട്ടാൻ സാധിക്കുക? ആരാണ് ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? പരലോകത്ത് ആ മനുഷ്യനും ഞാനും തമ്മിൽ അഭിമുഖം വരുന്ന സമയത്ത് ആ മനുഷ്യൻ എനിക്ക് മാപ്പ് തന്നാലല്ലാതെ ആർക്കാണ് ആ പാപം അല്ലെങ്കിൽ അത് പുറത്തു തരാൻ സാധിക്കുമോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഒരു വർത്താനം പറയുമ്പോഴേ നമ്മൾ 10,000 പ്രാവശ്യം ആലോചിക്കണം. 10,000 വട്ടം പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് ഒരു വർത്താനം പറ. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, 2 എല്ലുകൾക്കിടയിലുള്ളത്. സഹൽ ബിൻ റളിയല്ലാഹു അൻഹു മൻ യൽമനു ലി മാ ബൈന ലിഹതൈനി വ ബൈന രിജ്ലൈനി, 2 താടിയെല്ലുകൾക്കിടയിലുള്ളതും 2 തുടയെല്ലുകൾക്കിടയിലുള്ളതും സാക്ഷി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം ഉറപ്പ് തരാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് പറഞ്ഞത്. അതോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മളിപ്പോൾ 27 നോമ്പ് പറ്റൂലേ, 27 നോമ്പ് പറ്റ് പാപമോചനം ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി ഒരുപാട് നിസ്കരിച്ചപ്പോൾ മൗലിയ പറഞ്ഞ മാതിരി ചില ആളുകൾക്ക് നിസ്കരിച്ചിട്ട് പൂതിയിടുന്നില്ല, നിറവെക്കോളം നിസ്കരിക്കുന്ന ആളുകൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് നമുക്ക്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, അതദറൂന മൽ മുഫ്ലിസു, നിങ്ങളുടെ കൂട്ടത്തിൽ പാപ്പരായവൻ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്കറിയാം. അവരുടെ കയ്യിൽ ഒരു ദീനാറോ ദിർഹമോ എടുക്കാനില്ലാത്ത ആളുകളാണ് പാപ്പരായവൻ നബിയെ. അങ്ങനത്തെ ആളുകളാണ് ഞങ്ങൾ പാപ്പരായവൻ എന്ന് പറയുക. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എന്നാൽ എൻ്റെ സമുദായത്തിലെ പാപ്പർ ഇന്നൽ മുഫ്ലിസ് മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമ ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട പാപ്പരായവർ ആരാണെന്ന് ചോദിച്ചാൽ ഖിയാമത്ത് നാളിൽ അവർ വരും. ഒരുപാട് നമസ്കാരമുണ്ട്, ഒരുപാട് നോമ്പുണ്ട്, ഒരുപാട് സക്കാത്തുണ്ട്, ഒരുപാട് ഇബാദത്തുകളുമായിട്ട് വരുന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരുത്തനെ ശകാരിച്ചിരിക്കും, ഒരുത്തനോ പറ്റി അപവാദം പറഞ്ഞിരിക്കും, ഒരുത്തൻ്റെ പണം അപഹരിച്ചിരിക്കും, ഒരുത്തനെ അടിച്ചിരിക്കും, ഒരുത്തനെ രക്തം ചിന്തിയിരിക്കും. അങ്ങനെ അള്ളാഹു ഈ മനുഷ്യൻ്റെ അമലുകൾ മുഴുവനും എടുത്ത് അവൻ അങ്ങനെ ചെയ്ത ആളുകൾക്ക് കൊടുക്കുകയും അവസാനം അവൻ്റെ പാപം ബാക്കിയാവുകയും ഇവൻ്റെ അമൽ അവസാനിക്കുകയും ചെയ്താൽ അവൻ്റെ പാപം എടുത്തുകൊണ്ട് അള്ളാഹു അവൻ്റെ പാപം എടുത്ത് അവൻ്റെ പേര് ചാർത്തുകയും അവൻ്റെ നരകത്തിലേക്ക് എറിയുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്ന് ആലോചിക്കുക നിങ്ങൾ. ആ അവസ്ഥയിൽ പിന്നെ നമ്മളാണെങ്കിലോ, നമ്മളങ്ങനെ എത്തുമെന്ന് പറയാൻ പറ്റുമോ? നമ്മളാണെങ്കിലോ നമ്മളൊരുപാട് ഇതിപ്പോൾ എന്താ നിങ്ങൾ, ഇപ്പം എൻ്റെ അയൽവാസി വിചാരിക്കുക, ഞാൻ എന്നും സുബഹിക്ക് പള്ളിക്ക് പോകും, എല്ലാ ദിവസവും തറാവീക്ക് പോകും, എല്ലാ ദിവസവും നോമ്പെടുക്കും. ഇപ്പം ഇങ്ങനെ അയൽവാസി ഇങ്ങനെ കാണുന്നുണ്ട്, അപ്പോൾ ഒന്നും ചെയ്യലില്ല. അവസാനം നരകത്തിൽ ഞാനും ഓനും കൂടി ഒന്നിച്ച് വരികയാണെങ്കിൽ, അല്ലപ്പോൾ ഹംസാക്ക എന്താ ഇപ്പം നിങ്ങൾ ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയുക? ഈ അവസ്ഥയിൽ നമ്മൾ എത്തൂല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? وقدمنا إلى ما عملوا من عمل
ഫജഅൽനാഹു അബാഅം മൻസൂറാ. അള്ളാഹു മനുഷ്യൻ പ്രവർത്തിച്ച പ്രവൃത്തിയിലേക്ക് നോക്കുകയും ഫജഅൽനാഹു അബാഅം മൻസൂറാ, അതിനെ മുഴുവനും ധൂളിയാക്കി പറത്തി കളയുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും. നമ്മുടെ ഇബാദത്തുകൾ ഒന്നുമല്ലാതായി തീരുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നു. നമ്മൾ എത്ര പ്രവർത്തിച്ചാലും ഈ രീതിയിലുള്ള സ്വഭാവങ്ങൾ നമ്മിൽ നിന്ന് മാറിയിട്ടില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു ഫലവുമില്ല എന്നാണ് നമ്മൾ പഠിച്ചതാണല്ലോ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. രണ്ട് നിരീക്ഷകരുടെ നിരീക്ഷണത്തിലല്ലാതെ ഒരു വാക്ക് പോലും നിങ്ങൾ ഉച്ചരിക്കുന്നില്ല. ഈ നാവ് കൊണ്ടൊരു വാക്ക് ഉച്ചരിക്കുമ്പോൾ രണ്ട് നിരീക്ഷകർ ഒന്നുകിൽ ഇടത് ഭാഗത്ത് അല്ലെങ്കിൽ വലത് ഭാഗത്ത് അത് എഴുതി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നമ്മളത് മറന്നിട്ടുണ്ടാവും. ഒരാളെ പറ്റി ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള അപമാനിച്ചാൽ അത് പറഞ്ഞാൽ മറന്നിട്ടുണ്ടാവും. പക്ഷേ അള്ളാഹു മറക്കൂല, അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ആരെ പറ്റിയാണോ പറഞ്ഞത് അത് ആ ആൾ മറക്കൂല, ഓൻ്റെ മനസ്സിലതുണ്ടാവും. മോനെ നമ്മൾ ആ രീതിയിൽ മാപ്പ് ചോദിച്ചാലേ ഓൻ നമുക്ക് വിട്ടുതരുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അവസാന കാലത്ത് നമ്മൾ കേട്ടതാണല്ലോ, പഠിച്ചതാണല്ലോ, റസൂലുള്ള പള്ളിയിലേക്ക് വരികയാണ്, മദീന പള്ളിയിലേക്ക് വരുന്നു, സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടുന്നു. സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കാർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും സാമ്പത്തികമായി ബാധ്യതയുണ്ടോ? ഞാനിതാ എന്നോട് ചോദിച്ചുകൊള്ളൂ, നിങ്ങളത് ഇപ്പോൾ വാങ്ങി തീർക്കണം. അതല്ല, ഞാൻ നിങ്ങളെ ആരെങ്കിലും അടിക്കുകയോ ശകാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എൻ്റെ മുതുകിൽ നിങ്ങൾ അടിച്ചുകൊള്ളൂ. ഞാനിതാ എന്നെ നിങ്ങൾ ശകാരിച്ചുകൊള്ളൂ. എനിക്ക് നിങ്ങൾ പരലോകത്തേക്ക് നീട്ടിവെക്കാൻ പാടില്ല. നമുക്ക് മാതൃക അവിടെയാണ്. ആരായി വരേണ്ടത്? ആ നാടിൻ്റെ ഭരണാധികാരിയായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അങ്ങനെ വന്ന് പറയുവാനുള്ള കാരണം റസൂൽ ആൾക്കാരെ ചീത്ത അറിഞ്ഞുകൊണ്ടല്ല, ആൾക്കാരെ അടിച്ചതുകൊണ്ടല്ല. എന്താണ്? എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുമുള്ള ആളുകൾക്ക് മാതൃകയാവാനാണ്. നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾ, നമ്മളുമായി കൂടിക്കലരുന്ന ആളുകളോട് ഇത് പറയുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ പരലോകത്ത് നമ്മുടെ ഇബാദത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൗബനെ പറ്റി പഠിച്ചപ്പോൾ നമ്മളൊരു പെണ്ണിൻ്റെ കഥ പഠിച്ചില്ലേ? ജുഹൈന ഗോത്രത്തിലൊരു പെണ്ണ്. ആ പെണ്ണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വരികയാണ്, അള്ളാഹുവേ, ഞാൻ വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായിട്ടുണ്ട് നബിയെ, എന്നെ ശുദ്ധീകരിക്കണം നബിയെ. അതാണ് പാപമോചനം, അതാണ് മനസ്സിൻ്റെ മാറ്റം. ആ മാറ്റമാണ് നമുക്ക് ഈ നോമ്പ് കൊണ്ടൊക്കെ ഉണ്ടാവേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ വിമലീകരണമാണ്, മനസ്സിൻ്റെ ആ രീതിയിലുള്ള മനസ്സ് അള്ളാഹുവിലേക്ക് അടുത്ത് ഞാനൊന്നുമല്ല, എൻ്റെ റബ്ബിലേക്ക് പോവാനുള്ളതാണ് എന്ന ഒരു മനസ്സ് വരലാണ്. ഒരു പെണ്ണ് വന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ വ്യഭിചരിച്ചു, എന്നെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് വെള്ളം വെച്ച് കുളിപ്പിക്കല്ലോ, സോപ്പ് വെച്ച് ലൈഫ് വെച്ച് കുളിപ്പിക്കല്ലോ. എറിഞ്ഞ് കൊല്ലണം നബിയെ, എന്നെ നിങ്ങൾ എറിഞ്ഞ് കൊല്ലണം നബിയെ, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വരികയാണ്. റസൂലിനെ കുറേ ഒഴിഞ്ഞു മാറി നോക്കി. വിശദമായ ഒരു സംഭവമാണ്. അത് നമ്മളെ വിഷയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. റസൂലിനെ ഒഴിഞ്ഞു മാറി. അവസാനം നിവൃത്തിയില്ലാതെ ആ സ്ത്രീയെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞു കൊല്ലാൻ സഹാബിമാരോട് കൽപ്പിക്കുകയും അങ്ങനെ ആ സ്ത്രീയെ എറിഞ്ഞു കൊല്ലുകയും ചെയ്തുകൊണ്ട് ഫസല്ലി അലൈഹാ, അള്ളാഹുവിൻ്റെ റസൂൽ മയ്യിത്ത് നിസ്കരിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ മയ്യിത്ത് നിസ്കരിച്ചപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അള്ളാഹുവിൻ്റെ റസൂലെ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അതൊരു വ്യഭിചരിച്ച സ്ത്രീയില്ലേ? ഒരു വ്യഭിചരിച്ച സ്ത്രീക്ക് വേണ്ടി അങ്ങ് മയ്യിത്ത് നമസ്കരിക്കുകയോ നബിയെ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ പറച്ചിലെന്താണെന്നറിയില്ല, ഉമറെ, സ്വന്തം ശരീരത്തെ അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിച്ചവനേക്കാൾ ഒരു ഉത്തമമായ മനുഷ്യനെ, വ്യക്തിയെ ഈ ലോകത്ത് നീ കണ്ടിട്ടുണ്ടോ ഉമറെ? സ്വന്തം ശരീരം അള്ളാഹിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചവരാണ്. അതുപോലുള്ള പശ്ചാത്താപം ആർക്ക് പശ്ചാത്തപിക്കാൻ സാധിക്കും ഉമറെ? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണത്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ വിളിച്ചുകൂട്ടി. ഭാര്യമാരെന്ന് പറഞ്ഞാലേ നമ്മൾ വല്ലാത്തൊരു പരീക്ഷണമാണ് ഭാര്യമാർ. ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ
വൈദ് അഖദ്നാ മിൻഹും മീസാഖൻ ഒലീല, ശക്തമായൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കൂടെ കൂടിയൊരു പെണ്ണാണ്. അവരുടെ പിതാവിനെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒഴിവാക്കിയെന്നല്ല കേട്ടോ, അവരെ നാട് അവർക്കില്ല. നോക്കാണ് നിങ്ങളെ ഭാര്യമാരൊക്കെ എന്നാ നാട്ടിൽ പോര്, എൻ്റെ ഭാര്യയൊക്കെ നാട്ടിൽ പോയ ദിവസം പറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് ജീവിതം നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ വീടും നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ പരിസരവും നമ്മളുമാണ് നമ്മുടെ ഭാര്യമാരുടെ ലോകം. എന്നിട്ട് ആ ഭാര്യമാരോടൊരു കറുത്ത വർത്തമാനം പറഞ്ഞാൽ, അവളെ അപമാനിക്കുന്ന രീതിയിലുള്ള വർത്താനം പറഞ്ഞാൽ, അവരുടെ ഉമ്മയെയും ഉപ്പയെയും വഷളാക്കുന്ന രീതിയിലുള്ള വർത്താനം പറഞ്ഞാൽ, അവരുടെ കുടുംബത്തെ പറ്റിയും അപമാനിക്കുന്ന രീതിയിലുള്ള വർത്താനം നമ്മൾ പറയാൻ പാടില്ല. കാരണം എന്താണ്? അത്രയും കടുത്ത കരാറാണ് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മളെ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മളൊക്കെ മക്കളെ കല്യാണം കഴിപ്പിച്ചവരാണ്. നമുക്ക് നമ്മുടെ മകളെ നമ്മുടെ വീട്ടിൽ വെച്ച് ഭക്ഷണം കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ടുള്ളത്. അവർക്ക് താമസിക്കാൻ ഒരു വീട് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല. അള്ളാഹുവിൻ്റെ നിയമം അങ്ങനെയായത് കൊണ്ട് മാത്രമാണ് എൻ്റെ മകളെ ഒരു പുരുഷനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അവളെ അപമാനിക്കാൻ പാടില്ല, ബഹുമാനിക്കണം, ആദരിക്കണം, പരസ്പരം ആദരവോടുകൂടി ജീവിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ ഭാര്യമാരോട് പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നിൽ നിന്നുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ അത് പറഞ്ഞു തീർക്കണം. ആരാണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂലാണ് പറയുന്നത്. നമുക്ക് മാതൃകയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അതോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. നമ്മുടെ നാട്ടിലെ ഒരു അമ്മായിമ്മയും മരോളും നാത്തൂനും ഉണ്ട്. എന്തൊക്കെയാണ് അവർക്ക് പരസ്പരം പറയുക എന്ന് ആണ്ടും കിട്ടും അറിയില്ല. അത് പറഞ്ഞാലൊരു തെറ്റല്ലാത്ത മാതിരിയാണ് അവർ കൂട്ടുന്നത്. ഇപ്പോൾ എൻ്റെ മകന് കല്യാണം അന്വേഷിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കല് പഠിച്ചിരിക്കണം, എന്താ പഠിച്ചിരിക്കണം, ജോലി കിട്ടാൻ സാധ്യതയുള്ള പഠനമൊക്കെ ഉണ്ട്, പിന്നെ അവർക്ക് സൗന്ദര്യമുണ്ട്, കുടുംബമുണ്ട്, അത്യാവശ്യം തരക്കേടില്ലാത്ത ചുറ്റുപാടൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊടുന്നാൽ പിറ്റേ ദിവസം എൻ്റെ പെണ്ണുങ്ങളെ അനിയത്തിയോ ഏട്ടത്തിയോ വിളിക്കും, അല്ലടി പണിയൊക്കെ എടുക്കുന്നുണ്ട് ഓള്, ഇവിടെ അതാ കുത്തിച്ചാരി നിൽക്കണോ, പിന്നെ അവളെ അമ്മക്ക് എന്തിരുന്നു പണി, ആ വർത്താനം എത്ര ഉണ്ടെന്ന് അറിയുന്നത്. ആ സ്ത്രീയെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമ്മൾ പൊരുത്തപ്പിടിക്കും. സഹോദരിമാർ വളരെയധികം ആലോചിക്കണം. ഇപ്പം നമ്മുടെ മക്കളെ എനിക്ക് വിവാഹം വേണ്ടെന്നാണ് പണ്ട് പെൺകുട്ടികൾ. എന്താ കാരണം എന്ന് അറിയുന്നത്, അവരുടെ കൂടെയുള്ള ആളുകളെ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി വന്നാൽ അവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ ചോദിച്ചറിയണം. അപ്പോൾ പല വീടുകളിലും അധികം വീടുകളിലും ഈ ചെന്ന ആൾ ബംഗാളിയെ പോലെയാണ്. എടീ എൻ്റെ മോളെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ മോളോട് ഇങ്ങനെ പറഞ്ഞാണ്, എടീ ഞാൻ തന്നെ പെട്ടുട്ടോ, ഇനി ഇതിനെ പെടാൻ നിൽക്കണ്ട. അവൾ പറഞ്ഞൊരു കാരണമുണ്ട്. അവൾ പറഞ്ഞ കാരണം വളരെ സിമ്പിളാണ്. 18 വയസ്സായ കുട്ടിയല്ലേ, നമ്മളെ വീട്ടിൽ ഇപ്പോൾ 18 വയസ്സായ കുട്ടി എന്തെങ്കിലും ജോലി തന്നെ ഉണ്ടാവോ? പറഞ്ഞത് എന്താ നിങ്ങൾ, എല്ലാവരും രാത്രി ഭക്ഷണം കഴിച്ചിക്കാണ്ട് താത്താരൊക്കെ പോവും, ഉമ്മാരൊക്കെ പോവും, അവസാനം ഞാൻ മാത്രം ഉണ്ടാവും അടുക്കളയിൽ. ഞാൻ പാത്രമൊക്കെ എടുത്തുവെച്ച് അടുക്കളൊക്കെ തുടച്ച് വൃത്തിയാക്കി പോയ എൻ്റെ പണിയാണെന്ന് അവളെ മനസ്സിൽ കൊണ്ടതാണ്. അപ്പോൾ സഹോദരന്മാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണിത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നാവ് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ഉത്തമമായ മുസ്ലിം ആരാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി. തൻ്റെ കൂട്ടുകാരൻ, തൻ്റെ മുസ്ലിം സുഹൃത്ത് മറ്റവൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവൻ ആരാണോ, എൻ്റെ മുസ്ലിം സഹോദരന് എൻ്റെ നാവ് കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല, എൻ്റെ മുസ്ലിം സഹോദരന് എൻ്റെ കൈ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല, എന്നാൽ അവനാണ് രക്ഷപ്പെട്ടവനെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. പരലോകത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ എങ്കിൽ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്, നിങ്ങൾ നല്ല വാക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ട് ഇത് പറയാൻ കഴിയുള്ളൂ. മിണ്ടുകയാണെങ്കിൽ നല്ല വർത്താനം പറയാം, അല്ലെങ്കിൽ ഒന്നും മിണ്ടണ്ട. ഓനാണ് വിശ്വാസിയുള്ളവർ. ഒരു പരലോകത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ
അവൻ്റെ നാവിൽ നിന്ന് വരുന്നത് നല്ല വാക്കായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാകുന്ന മതി, ഒരു പ്രശ്നമില്ല. നന്മക്ക് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയ എന്താണോ, ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നതാണ് നന്മക്ക് പണ്ഡിതന്മാർ വിശദീകരണം നൽകി. അതുപോലെ തന്നെയാണ് റസൂല പറഞ്ഞത്, നിങ്ങൾ ഒന്നുകിൽ നല്ലത് സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതേപോലെ കൂട്ടത്തിൽ പറയേണ്ട ഒരു വിഷയം തന്നെ, ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ കേട്ടുമെടുത്തുക്കണ്, പറയാൻ പറ്റിയ സമയമല്ല, ഞാൻ ഇവിടെ നിർത്തും, ഈ വിഷയം കൂടി പറഞ്ഞു കണ്ട. അതുപോലുള്ള വിഷയമാണ് അസൂയ. അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ സഹോദരന് ഉണ്ടാകുന്ന ഒരു അനുഗ്രഹത്തിൽ എനിക്കുള്ള ദേഷ്യമാണ് അസൂയ. ആ അസൂയ വരുത്തി വെക്കുന്ന വീന വല്ലാത്തതാണ്. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിലായത് സഹോദരന്മാർക്ക് അസൂയ മൂത്തതാണ്. എന്തിനധികം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതീക്ഷിച്ച്, ഒരു പ്രവാചകനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു വേദക്കാർ. റസൂലുള്ള നിയോഗിതനായത് അറബികളുടെ കൂട്ടത്തിൽ നിന്നായതുകൊണ്ട് മാത്രമാണ് അവർ റസൂലിൽ വിശ്വസിക്കാതിരുന്നത്. അസൂയയാണ് അതിന് കാരണം. ഈ രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും അൽ ഹസദ, അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫൈനൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ്, തീ വിറകു തിന്നുന്നത് പോലെ അസൂയ മനുഷ്യൻ്റെ നന്മയെ തിന്നു കളയും. അഥവാ ഇപ്പം ഈ പറഞ്ഞ മാതിരി മുഫ്ലിസിനെ പറഞ്ഞില്ലേ, അതുപോലെ ധാരാളം നന്മകളുമായി പരലോകത്തെത്തുന്നൊരു മനുഷ്യൻ അസൂയ വെക്കുന്ന മനുഷ്യനാണ് എങ്കിൽ, അസൂയ പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ഓനൊരു നന്മ കിട്ടുമ്പോൾ അതിൽ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു ദേഷ്യം. അത് പലപ്പോഴും കൂട്ടുകാരും സുഹൃത്തുക്കളും ജ്യേഷ്ഠാഞ്ചന്മാരൊക്കെ തമ്മിലാണല്ലോ ഉണ്ടാവുക. ഓനിപ്പോൾ ഒരു വലിയ എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ അസൂയത പറഞ്ഞാൽ. അത് തീയെ, ഒരു കൂട്ടം വിറകിലേക്ക് തീയിട്ടാൽ എന്തുപോലെയാണോ അതേപോലെ നമ്മുടെ നന്മകളെ അത് തിന്നു കളയുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ വളരെയധികം പേടിക്കേണ്ട വിഷയമാണ്. അത് മാത്രമാണോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിച്ചിട്ടില്ലേ, ഒമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെക്കുമ്പോൾ ആ അസൂയയുടെ ഷെറിൽ നിന്ന് റബ്ബേ നീ എന്നെ കാക്കണമേ എന്ന് ഞാൻ ചൊല്ലിയാൽ, ഒമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്, അല്ലാഹുവേ അസൂയ വെക്കുമ്പോഴുള്ള ഷെറിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ എന്ന് ഞാൻ ചൊല്ലിയാൽ, അത് എൻ്റെ മേൽ അസൂയ വെക്കുന്നതിന് എതിരിലാണല്ലോ പ്രാർത്ഥന വരുന്നത്. നാം പേടിക്കേണ്ടതാണ്. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അധ്യാപകൻ പറഞ്ഞു തന്നൊരു കഥ ഉണ്ട്, ഒരു അസൂയക്കാരൻ്റെയും അത്യാഗ്രഹിയുടെയും കഥ. അധ്യാപകൻ പറഞ്ഞു തന്നത് ഇത് പിന്നെ തപസ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഏതായിരുന്നാലും ഒരു അത്യാഗ്രഹിയായ മനുഷ്യനും ഒരു അസൂയക്കാരനും തമ്മിൽ അവർക്കൊരു കഠിനമായ സാമ്പത്തിക പ്രയാസം ഉണ്ടാകുമ്പോൾ പോലും ഇങ്ങനെ ചർച്ച ചെയ്ത് രാജാവിൻ്റെ അടുത്തേക്ക് അവർക്ക് സഹായത്തിന് വേണ്ടി ചെല്ലുകയാണ്. രാജാവിൻ്റെ അടുത്ത് സഹായത്തിന് വേണ്ടി ചെന്നു. രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, എന്താണോ ചോദിക്കുന്നത് അത് എന്തും ഇവിടുന്ന് തരും. പക്ഷെ ഒറ്റ കാര്യം, ആദ്യത്തെ ആൾ ചോദിക്കുന്നതിൻ്റെ ഇരട്ടി രണ്ടാമത്തെ ആൾക്ക് കൊടുക്കും. ഒന്ന് അസൂയക്കാരനാണ്, മറ്റത് അത്യാഗ്രഹിയാണ്. ആദ്യത്തെ ആൾ ചോദിക്കുന്നതിൻ്റെ ഇരട്ടി ഞാൻ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കും, എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ. അസൂയക്കാരെങ്ങനെ ആലോചിച്ചു, ഞാനിപ്പോൾ ചോദിച്ചാൽ ഓൻ അത്ര കിട്ടൂലേ, അത് ആദ്യം ചോദിക്കാൻ സഹിച്ചില്ല. അത്യാഗ്രഹി ആലോചിച്ചു, ആദ്യം ഓൻ ചോദിച്ചാൽ അതിൻ്റെ ഇരട്ടി എനിക്ക് കിട്ടിയാൽ അത്രയും എനിക്ക് ലഭിക്കുമല്ലോ എന്ന് ആലോചിച്ചു. ഒരുപാട് സമയം ആലോചിച്ചു നിന്നു. അവസാനം അസൂയക്കാരെന്താ പറഞ്ഞതെന്ന് അറിയാം, എൻ്റെ ഒരു കണ്ണ് പൊട്ടട്ടെ, എൻ്റെ ഒരു കണ്ണ് ഇവിടുന്ന് പൊട്ടിച്ച് തരണം എന്ന് പറഞ്ഞു. ഇപ്പം എന്താ ഉണ്ടായത്? മറ്റവൻ്റെ രണ്ട് കണ്ണും പൊട്ടി. അതാണ് അസൂയയുടെ ഫലം. അസൂയയുടെ ഫലം അത്രയും അപകടമാണ് എന്ന് ആ കഥയിലൂടെ എൻ്റെ ഒരു അധ്യാപകൻ പഠിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. അഥവാ പരലോകത്ത് നന്മയുടെ കൂമ്പാരവുമായി ചെന്നാലും അത് ഉപകാരപ്പെടുകയില്ല എന്നർത്ഥം. അതോടൊപ്പം തന്നെ കളവ് ഞാൻ പറഞ്ഞു പോവുകയാണ്. കളവ്, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. നമ്മൾ പരലോകത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളെപ്പറ്റി അവിടെ രേഖപ്പെടുത്തി വെക്കും, കളവ് പറയുന്ന ആളാണോ പിന്നെ സത്യം പറയുന്ന ആളാണോ എന്ന്.
ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർറ്, സത്യസന്ധത നന്മയിലേക്ക് നയിക്കുന്നു. വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ആ നന്മയാകട്ടെ അത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു. വഇന്ന റജുല, ഒരു മനുഷ്യൻ യസ്ദുഖു ഹത്താ യക്തുബു ഇൻദല്ലാഹി സിദ്ദീഖൻ, സത്യം മാത്രം പറയുന്ന ഒരു മനുഷ്യനെ അള്ളാഹുവിൻ്റെ അടുക്കൽ സത്യസന്ധനായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഞാൻ അള്ളാഹിൻ്റെ അടുത്താണ് ചെല്ലുമ്പോഴേ അവിടെ അള്ളാഹുവിൻ്റെ പുസ്തകത്തിൽ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ ഹതീദ്, ആ റഖീബും ഹതീദും രേഖപ്പെടുത്തി വെച്ച ആ രേഖാഗ്രന്ഥം അള്ളാഹു എനിക്ക് വലത് കയ്യിൽ തരുമ്പോൾ അവിടെ എന്നെ സത്യസന്ധനായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, നിങ്ങളെ സത്യസന്ധനായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെ അത്തരം ആളുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ മറ്റൊരു വിഭാഗം വൈനൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വൈനൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, തിന്മ, കളവ് അത് തിന്മയിലേക്ക് നയിക്കുന്നു, ആ തിന്മയാകട്ടെ നരകത്തിലേക്ക് നയിക്കുന്നു. വൈന്ന റജുല ലയക്തിബു ഹത്താ യുക്തബു ഇൻദല്ലാഹി കദ്ദാബൻ, ഒരു കളവ് പറയുന്ന മനുഷ്യനെ അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ രേഖാഗ്രന്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകുവാനുള്ള ഗ്രന്ഥത്തിൽ കളവനായി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹോദരന്മാരെ പേടിക്കേണ്ടതാണ്, ബേജാറാവേണ്ടതാണ്. പലപ്പോഴും ആ സന്ദർഭത്തിൽ പല ആളുകളെയും കണ്ടിട്ടുണ്ട്, പല ആളുകളെയും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. നല്ല മനുഷ്യനാണ്, സത്യസന്ധനാണ്, ഇടപാടിലൊക്കെ ഉഷാറാണ്. ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ, ഇപ്പോൾ ഒരു വിഷയം കണ്ടു വരുമ്പോൾ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവിടെ കളവ് പറഞ്ഞാൽ അവന് പൂർണ്ണമായി രക്ഷപ്പെടാൻ സാധിക്കും. ഇതൊക്കെ അനുഭവം ഉണ്ടാവും. നല്ല മനുഷ്യനാണ്, ഒരു ഇതുമില്ല, എല്ലാത്തിനും ക്ലിയറാണ്, സാമ്പത്തികമൊക്കെ ക്ലിയറാണ്. പക്ഷേ ആ ഒരു രംഗത്ത് ഇത് ഒന്ന് കണ്ട് മാറ്റി പറഞ്ഞാൽ അവൻ അതിൽ ആ തെറ്റുന്നാണ്ട് ഊരാൻ പറ്റുമെന്ന് കാണുമ്പോൾ കളവ് പറഞ്ഞ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ നമുക്കൊക്കെ അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ അനുഭവം. അപ്പോഴാണ് കളവ് പറഞ്ഞ ആൾക്കാർ വലിയ ഗൗരവമാണ് സഹോദരന്മാർ. അപ്പോഴാണ് സത്യം പറഞ്ഞ് എന്താണെങ്കിലും അപ്പോൾ അതിൻ്റെ ശിക്ഷയാണ് സഹിക്കുന്നതോട് കൂടി ആ പ്രശ്നം അവസാനിച്ചു. അത് പരലോകത്തേക്ക് വെക്കാൻ പാടില്ല. ഇനി സാമ്പത്തികമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ആ ഒരു പ്രശ്നം പരലോകത്തേക്ക് നമ്മൾ മരണപ്പെട്ടതിന് ശേഷം അവിടെ തീർപ്പാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറ്റാൻ പാടില്ല. മുനാഫിഖിൻ്റെ ലക്ഷണം പറഞ്ഞപ്പോൾ, മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉഹദ് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ 1000 ആളുകളുണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ കൂടെ ഉഹദ് യുദ്ധത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ 1000 ആളുകളുണ്ടായിരുന്നു. യുദ്ധം ചെയ്യാനുണ്ടായത് 700 ആളുകളാണ്. 300 ആളുകൾ വഴിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഓരോ കാരണങ്ങൾ പറഞ്ഞു. എന്താ കാരണം? മുനാഫിഖീങ്ങളായിരുന്നു. ആ മുനാഫിഖിൻ്റെ സ്വഭാവം പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യമായി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അവർ സംസാരിച്ചാൽ കളവ് പറയുന്നവരാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് നാം പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. കുറേ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ എനിക്ക് പോലും സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല. അവനവൻ്റെ ഇബാദത്ത് കൊണ്ട് മാത്രം ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ച അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ കാര്യവും അങ്ങനെയാണോ? അപ്പോൾ റസൂലുള്ള പറഞ്ഞത്, ഇല്ല അൻ യതഅമ്മദനി അല്ലാഹു ബിറഹ്മതിക്, എൻ്റെ രക്ഷിതാവിൻ്റെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഇബാദത്തുകൾ ചെയ്യുക എന്നതല്ല. ഫർളിൽ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. ഫർള് കൃത്യമായി ചെയ്യുക, മറ്റത് കഴിവിൻ്റെ പരമാവധി ചെയ്യുക. ബാക്കി ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി സൂക്ഷിക്കണം. നല്ലൊരു സൂചി നല്ലൊരു നൂല് വാങ്ങിയിട്ട് ചുണ്ട് കണ്ട് പൂട്ടി വെക്കണം. തുന്നിയിട്ട് ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം അത് തുറന്ന് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ചുണ്ട് മാറണം. അള്ളാഹു നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ നൽകിയിട്ടുള്ളത് എല്ലാം അത്യാവശ്യത്തിനാണ്. ഒന്ന് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, എല്ലാം നമുക്ക് നല്ല ഉപകാരമുള്ളതാണ്. പക്ഷേ അത്രയും ഗൗരവത്തിൽ നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് മുഴുവനും ഭാവി ജീവിതത്തിൽ, പരലോക ജീവിതത്തിൽ നമുക്ക് ദോഷകരമായിരിക്കേണ്ടതാവുമെന്ന് നാം പേടിക്കേണ്ടതുണ്ട്. ഒന്ന് കണ്ണ് നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് നോക്കാം, അതിലെ നമുക്ക് ചീത്ത കാര്യങ്ങളിലേക്ക് നോക്കാം. മൂക്ക് പിന്നെ അതുമായി കാര്യമായി ഒന്നും ബന്ധമില്ല എങ്കിലും നാവ് വളരെയധികം ശ്രദ്ധിക്കണം. ഒരു മനുഷ്യനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നമുക്ക് ഉറക്കരുല്ല. ആ മനുഷ്യനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ പ്രത്യേകിച്ചും നമ്മളെക്കാട്ടിയും വലിയ ആളാണ് പറഞ്ഞു വിചാരിച്ചപ്പോൾ എന്നെപ്പറ്റി പറഞ്ഞത് എന്നെക്കാട്ടിയും വലിയൊരാളാണ്.
ആ ആക്കിനോട് മാപ്പ് വയ്ക്കാൻ റസൂൽ ചോദിച്ച മാതിരി അയാൾക്ക് ആ മനസ്സുണ്ടാവുമോ? അപ്പം നമ്മളെ പറ്റി നിങ്ങളെ പറ്റിയാണെങ്കിലും നമ്മളെക്കാട്ടിയും വലിയ ഒരാളാണ് പറഞ്ഞത്. ആ മനുഷ്യന് മാപ്പ് ചോദിക്കാൻ മനസ്സുണ്ടാവുമോ? ഇപ്പം അമ്മായിമ്മ മരുളെ പറ്റിയാണ് പറഞ്ഞത്, അമ്മായിമ്മ മരുളോട് മാപ്പ് ചോദിക്കുമോ ജീവിതത്തിൽ? അതിനുള്ള ഈമാനൊക്കെ നമുക്ക് ഉണ്ടാവുമോ റസൂലുള്ളാഹിന്റെ മാതിരി? അപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മൾ പറയരുത്, പറയാതിരിക്കാൻ ശ്രമിക്കണം. പറഞ്ഞാൽ പരലോകത്ത് വമ്പിച്ച നഷ്ടമാണ്. അതുകൊണ്ടല്ലേ വ്യഭിചരിച്ച പെണ്ണ് വന്ന് കാണും നബിയെ എന്നെ എറിഞ്ഞു കൊല്ലണം നബിയെ എന്ന് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന നമുക്കറിയില്ലേ? അള്ളാഹുവേ പരലോകത്ത് എന്നെ വഷളാക്കല്ല റബ്ബേ. അവിടെ സമ്പത്തും മക്കളും ഉപകാരപ്പെടാത്ത ദിവസമാണ്. ഇല്ലാമൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. നിർദോഷമായ നിഷ്കളങ്കമായ ഹൃദയവുമായി പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരൊഴികെ മറ്റാരും രക്ഷപ്പെടാത്ത ആ പരലോകത്ത് എന്നെ നീ വഷളാക്കല്ല റബ്ബേ. ഇപ്പോൾ നമ്മളെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് ഇന്നല്ലാഹ ലാ യൻളുർ ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻളുർ ഇലാ ഖുലൂബിക്കും. അള്ളാഹ്ക്ക് നിങ്ങളുടെ ശരീരം ആവശ്യമില്ല, നിങ്ങളുടെ രൂപം ആവശ്യമില്ല. കണ്ടില്ലേ നമ്മുടെ സെഫീഖ് അസ്ലമിന്റെ ക്ലാസ്സിൽ നമ്മൾ കേട്ടില്ലേ, ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് കിട്ടിയ സ്ഥാനം, ആദ്യമായിട്ട് വാങ്ങി വിളിക്കാനുള്ള അവസരം കിട്ടി, കഅബയുടെ ഉള്ളിൽ കയറി നമസ്കരിക്കാനുള്ള അവസരം കിട്ടി. ശരീരമല്ല നോക്കിയത്, ഹൃദയമാണ് നോക്കിയത്. ആ ഹൃദയത്തിന്റെ വിശാലത, ആ വിശ്വാസത്തിന്റെ അളവ്, ആ ഒരു നിർമ്മലമായ വിശ്വാസത്തിലേക്ക്, നിഷ്കളങ്കമായ വിശ്വാസത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയാണ് ഈ നോമ്പൊക്കെ നമുക്ക് ഉപകാരപ്പെടേണ്ടത്. അത് നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എങ്കിൽ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല. ഒന്ന് ആലോചിച്ചോക്കാം നിങ്ങൾ. ഇന്നൊക്കെ ഇങ്ങനെ പോരുമ്പോൾ, ഇന്നലെ ഇങ്ങനെ പോരുമ്പോൾ എന്താ ഇപ്പോൾ ഒരു വെയിൽ. ആ വെയിലത്ത് നമ്മൾ നോറ്റൊരു നോമ്പ് പരലോകത്ത് വരുമ്പോൾ നമ്മൾ ആ മുഫ്ലിസിൻ്റെ കൂട്ടത്തിൽ പെട്ടിട്ട് നമ്മളൊരു അപവാദം പറഞ്ഞൊരു മനുഷ്യന്, നമ്മളൊരാളെ പേര് കളവ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ, ആ മനുഷ്യനെ അങ്ങോട്ട് എടുത്തു കൊടുത്തിട്ട് നമ്മൾ നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ നമുക്ക് ആലോചിക്കാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനോട് മാപ്പ് ചോദിക്കാൻ നമുക്കൊരു അഹങ്കാരം ഉണ്ടാവില്ല. അഹങ്കാരമില്ലാതെ കൃത്യമായ വിശ്വാസത്തോടു കൂടി ജീവിച്ച് മരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതോടുകൂടെ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. ഞാൻ തുടക്കത്തിൽ പറയാൻ മറന്നു പോയതാണ്. ഒന്ന് നമ്മളെ യൂസുഫ് മാസ്റ്റർ. നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അള്ളാഹു അദ്ദേഹം ഈ ലോകത്ത് ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾക്ക് മുഴുവനും പ്രതിഫലം നൽകുമാറാവട്ടെ. അതുപോലെ നമ്മളെ കോയാപ്പോജി, ഞാൻ പള്ളിയിലേക്ക് വരാൻ തുടങ്ങുന്നൊരു 25-30 കൊല്ലം മുന്നായിരിക്കും അവിടെയാണ് ഇരിക്കൽ. കോയാപ്പോജി മരിച്ചുപോയി. നമ്മുടെ മുജാഹിദ് പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നമസ്കരിച്ച് മരിച്ചുപോയ മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മളെ മമ്മീദ കബഡിയാണ് ഇരിക്കൽ. എന്നോടൊക്കെ പറയും മരുവണ് നിസ്കരിച്ചാൽ പൊയ്ക്കോളിയടാ, നെഞ്ച് കാട്ടിക്കൊടുക്കുക, തൗഹീദിൻ്റെ പ്രഭാഷണത്തിന് പൊയ്ക്കോളും, നെഞ്ച് കാട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന അത്രയും ശക്തമായ തൗഹീദിന് വേണ്ടി നിലകൊണ്ടിരുന്ന മനുഷ്യനാണ്. മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ അമലും അദ്ദേഹവുമായി അള്ളാഹുവിലേക്ക് പോയിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹം ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും പ്രതിഫലാർഹമായി തീർക്കുകയും അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യപ്പെട്ടെ. അതുപോലെ നമ്മളെ സെയിൽബാക്ക അവിടെ ഇങ്ങനെ ചാരിയിരിക്കൽ, നമ്മുടെ ഡീലക്സ് ഫർണിച്ചർ നടത്തിയിരുന്നത്, അദ്ദേഹം നമ്മിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മളെല്ലാ ക്ലാസ്സിലും ഉണ്ടാകുന്ന ഒരാളാണ് നമ്മൾ അൽമാസിലെ കുഞ്ഞുട്ടേക്ക, ക്യാൻറ്റീൻ നടത്തുന്ന കുഞ്ഞുട്ടേക്ക പെട്ടെന്ന് മരിച്ചു. ഒരു പക്ഷേ കുഞ്ഞുട്ടേക്കാനേക്കാൾ കൂടുതൽ പ്രായമുള്ള എത്രയോ ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ടായിരിക്കും. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ നമ്മളെ മൂസക്കുട്ടിയേരി ഇപ്പോൾ രോഗത്തിലാണ്. എല്ലാ വർഷവും ഈ സമയത്ത് ഇവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്ന ആളാണ്. ഈ ദിവസം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിന് വരാൻ സാധ്യമല്ല. അള്ളാഹു അദ്ദേഹത്തിന് രോഗശമനം നൽകി ഇനിയും പഴയ പോലെ നമ്മുടെ കൂടെ വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു സംശയമില്ല. നമുക്കറിയാലോ അയ്യൂബ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം. അയ്യൂബ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം എല്ലാം വിട്ട് വീണ്ടും അള്ളാഹു ആരോഗ്യം നൽകുകയും ഒരുപാട് കാലം ജീവിക്കുകയും ചെയ്ത മനുഷ്യനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ഇനി പേരിട്ട് പറയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മളെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഈ പള്ളിക്കും ഈ ഇസ്ലാമിക് കോംപ്ലക്സിനൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പ്രായമായി വരികയാണ്. അവർക്കൊക്കെ ആഫിയത്തോടു കൂടി ദീർഘായുസ് നൽകുവാനുള്ള പ്രാർത്ഥന അള്ളാഹ് നമ്മൾ ഇപ്പോൾ ഉണ്ടായിരിക്കണം. അള്ളാഹു അവർക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഞങ്ങൾക്കൊക്കെ ചുറ്റുപാടിൽ ഈ പള്ളിയിൽ നിന്നൊക്കെ പിരിഞ്ഞു പോയ ആളുകൾക്ക് ഞങ്ങൾക്കൊക്കെ ഒരു സമാധാനം എന്താ പറയുക, എന്തായാലും ഒന്നും വരേണ്ട ആവശ്യം ഉണ്ടാവാതെ കെട്ടെ വന്നിട്ടുമില്ല, എന്തായാലും നമുക്ക് പ്രശ്നമില്ല, നമ്മൾ കുടുങ്ങുമ്പോൾ നമുക്ക് കോട്ടൊക്കെ പോയി പറയാലോ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നമുക്കുള്ളത്. അതുകൊണ്ട് നേതാക്കന്മാർക്കൊക്കെ അള്ളാഹു ആഫിയത്തോടു കൂടിയുള്ള ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെയും അവരെയും
ഈമാനോട് കൂടി മരണപ്പെട്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രോഗം മൂലം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ റഹ്മാനെ എല്ലാവർക്കും രോഗശമനം അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, നേതാക്കന്മാർ, ഉസ്താദന്മാർ, ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. റബ്ബേ, എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുകയും അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم. آمين برحمتك يا أرحم الراحمين.